കേരള കോൺഗ്രസിൻ്റെ മാത്രമല്ല, വ്യക്തമായ നിലപാട് കേരള സംസ്ഥാനത്തിൻ്റെ പുതിയ ഡാം വേണം എന്ന് തന്നെയാണ്. അവിടെ വെച്ചിരിക്കുന്ന മുദ്രാവാക്യം മറ്റൊന്നുമല്ല, വെള്ളം തമിഴ്നാടിന്, സുരക്ഷിത അത് കേരളത്തിലെ ജനങ്ങൾക്ക്, ആ മേഖലയിലുള്ള ജനങ്ങൾക്ക്. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഇത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് തീർച്ചയായും ഇതിൻ്റെ കോടതി പറഞ്ഞിട്ടല്ല, കൃത്യമായ DPR ഉണ്ടാക്കിയിട്ടുണ്ട് കാര്യങ്ങൾ. ഇപ്പോൾ ഇതിന് വേണ്ടത് കേന്ദ്ര സർക്കാർ ഇത് ഏതെങ്കിലും ഒരു എന്താണ് ഒരു പ്രസ്റ്റീജായിട്ട് എടുക്കേണ്ട കാര്യമല്ല. ഇത് കൃത്യമായി നമുക്കറിയാം. ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ വ്യതിയാനവും ഇതിങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ തീർച്ചയായും ഇത് വളരെ ഗൗരവത്തോടുകൂടി എടുത്ത് സ്പീഡി ആയിട്ടുള്ള ഡിസിഷൻ വരണം. ആ ഡിസിഷൻ വരുമ്പോൾ ഇതിൻ്റെ ക്ലിയറൻസ് ഫസ്റ്റ് തരേണ്ട എൻവയറൺമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിനുശേഷം വാട്ടർ റിസോഴ്സാണ് ഇതിൻ്റെ ഡാമുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് കൃത്യമായി ഇതിൻ്റെ ആർഗ്യുമെൻ്റ് വന്നുകൊണ്ടിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള. പക്ഷേ ഇത് പറയുമ്പോഴും ഒരു സെൻസിറ്റീവായിട്ട് നമ്മൾ തമിഴ്നാടുമായിട്ട് ഒരു പോരാട്ടം നടത്തിയല്ല, പക്ഷെ അതൊരു സൗഹാർദ്ദത്തിൽ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ ഒരു സംശയവുമില്ല, ഇന്നല്ല നാളെ അത് പുതിയ ഡാം അവിടെ വന്നേ പറ്റൂ, അത് വരണം, അതിന് യാതൊരു സംശയവുമില്ല. പുതിയ ഡാം നിർമ്മിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും നല്ല നമസ്കാരം. ഈ വയനാട് ദുരന്തത്തിന് ശേഷം ഇപ്പോൾ കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഗൗരവപൂർണ്ണമായിട്ടുള്ളൊരു ചർച്ചയാണ് മുല്ലപ്പെരിയാർ ഡാമുമായിട്ടുള്ള വിഷയം. വലിയ രീതിയിലുള്ള ആശങ്കാജനകമായിട്ടുള്ള ഒരു ചർച്ചയിലേക്ക് അത് മാറിയിട്ടുണ്ട്. ഈ ഡാം പൊട്ടാൻ സാധ്യതയുണ്ട്. റസൂൽ ജോയി അടക്കമുള്ള ആളുകൾ വലിയ രീതിയിലുള്ള ഇടപെടലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ചില ആളുകൾ അതിനെതിരെ അതങ്ങനെ പൊട്ടാനൊന്നും സാധ്യതയില്ല, ഗ്രാവിറ്റി ഡാമാണ്, ഇനിയും കുറേ നാളുകൾ നിൽക്കും എന്നൊക്കെയുള്ള രീതിയിലുള്ള സംഭവങ്ങളുണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ ആർക്കും സംശയമില്ല, ഇതിൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്ന ഡാമാണ്. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ കർഷകരുടെയും പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ ജനങ്ങളുടെയും വിഷയങ്ങളിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഇടപെടൽ നടത്തുന്ന കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണി സാർ ഇന്ന് വളരെ കൃത്യമായിട്ടൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. പുതിയ ഡാം വേണമെന്ന് തന്നെയാണ് LDF സർക്കാരിൻ്റെയും കേരള കോൺഗ്രസ് എമ്മിൻ്റെയും കൃത്യമായിട്ടുള്ള തീരുമാനം എന്ന് അദ്ദേഹം പത്രസമ്മേളനത്തിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ ഈ പിറകിലിരിക്കുന്ന ചാലക്കുടിയിലെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാരവാഹികളാണ്. നമുക്ക് ഇവരോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാം. ഒപ്പം ചാലക്കുടിക്കാർ വളരെയധികം യാതൊരു പ്രശ്നങ്ങളും ഇല്ല, ഈ മുല്ലപ്പെരിയാർ ഡാം കൂട്ടി കഴിഞ്ഞാൽ അങ്കമാലി കൂടി വെള്ളം നേരെ കടലിലേക്ക് പൊക്കോളും, യാതൊരു പ്രശ്നമില്ല എന്നുള്ള രീതിയിലുള്ള ചിന്തയിലിരിക്കുന്ന ആളുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എങ്ങനെയാണ് ഇത് ചാലക്കുടിയെ ബാധിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമുക്ക് ഇവരോട് ചോദിച്ചറിയാം. ജോസ് കെ മാണി സാറിൻ്റെ ഈ പ്രസ് മീറ്റിനെ 100% സ്വാഗതം ചെയ്യുന്നു. ചാലക്കുടിയെ മാത്രമല്ല, തൃശ്ശൂർ ജില്ലയുടെ ഒരു പ്രധാനപ്പെട്ട പല മേഖലകൾ, കൊടുങ്ങല്ലൂർ, കയ്പമംഗലം മുതൽ മേഖലകളിലൊക്കെ വ്യാപകമായിട്ട് ഈ മുല്ലപ്പെരിയാറിൻ്റെ ഒരു പൊട്ടൽ സംഭവിച്ചാൽ ദൂഷ്യം സംഭവിക്കും. കേരളത്തിലെ 6ഓളം ജില്ലകളെ ബാധിക്കുന്നതാണ്. 129 വർഷത്തെ പഴക്കമുണ്ട്. 1953 ഈ തുങ്കഭദ്രയാണ് ഇപ്പോൾ ഇന്നലെ പൊട്ടിയത്. അതിനേക്കാൾ എത്രയും വർഷമുള്ള ഇതാണ്. അപ്പോൾ ഒരുപാട് പുതിയ മാർഗദർശനങ്ങളൊക്കെ പറയും. ഇതിന് ഉറപ്പ് കൂടുതലാണ്, സുർക്കി പോയാലും കല്ലുകളുടെ അടക്കി വെച്ചിട്ടുണ്ട്, അതൊരു പിരമിഡ് രൂപമാണെന്നൊക്കെ പറഞ്ഞാലും ഇതിന് കാലാവധി ഉണ്ടല്ലോ. 50 കൊല്ലം കാലാവധി പറഞ്ഞ ഡാമാണ് 129 കൊല്ലം നിൽക്കുന്നത്. തമിഴ്നാടിന് വെള്ളം വേണം, ന്യായമാണ്. പക്ഷേ നമ്മുടെ സുരക്ഷയുണ്ട്. വയനാട് സംഭവിച്ച പോലെ ഒരു പ്രദേശം മുഴുവൻ ഒലിച്ചു പോകാൻ അനുവദിച്ചുകൂടാ. ജോസ് കെ മാണി സാർ ശരിക്കും കേരളത്തിൽ ജനങ്ങളോടൊപ്പമാണ്. മറ്റു പല രാഷ്ട്രീയ പാർട്ടികൾക്കും കൃത്യമായിട്ടൊരു അഭിപ്രായം പറയാൻ കഴിയില്ല ഈ കാര്യത്തിൽ. കാരണം അവർക്കൊക്കെ തമിഴ്നാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ ആ ഘടകത്തിൻ്റെ അഭിപ്രായം നേരെ വിപരീതമായിരിക്കും. കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. കേരളത്തിൻ്റെ ജനങ്ങളുടെ ആശങ്കയ്ക്കൊപ്പം ജോസ് കെ മാണി സാറും പാർട്ടിയും ഒപ്പം നിൽക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഈ ഡാം പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചാലക്കുടി എന്ന് പറയുന്നൊരു പ്രദേശം എപ്പോഴും ഈ പ്രകൃതി ദുരന്തങ്ങളാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രദേശമാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു കേരള കോൺഗ്രസ് പ്രവർത്തനം നൽകി ഈ ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലത്തെ നിയോജകമണ്ഡലത്തിലെ പ്രദേശങ്ങളൊക്കെ ഇത് ഏത് തരത്തിൽ ബാധിക്കുന്നു എന്നുള്ളത് ഇപ്പോഴും പലർക്കും അറിവില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രദേശത്ത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ രീതിയിലുള്ള ഒരു ചർച്ചയോ മറ്റു കാര്യങ്ങളോ നടക്കുന്നില്ല. അതിനെപ്പറ്റി എന്താ പറയുക? അത് നടക്കാതെയല്ല, ആളുകളുടെ ധാരണ ഈ ചാലക്കുടി പുഴയുടെ അക്കരയ്ക്ക് മാത്രമേ ദൂഷ്യം ചെയ്യുള്ളൂ, ഇക്കരയ്ക്ക് വരില്ല. പക്ഷേ ഇതിൻ്റെ ആദ്യം മുല്ലപ്പെരിയാർ പൊട്ടണമെങ്കിൽ ആ വെള്ളവും അതിൻ്റെ കല്ലുകളൊക്കെ വന്ന് ഇടുക്കിയിൽ വരികയും ഇടുക്കി അതിനുള്ള ചെറുതോണി, കുളമാവ് എല്ലാത്തിനും ബാധിച്ച് പിന്നെ നേരെ ഭൂത്താങ്കട്ടിലേക്ക് വരികയും ഈ വെള്ളം എങ്ങനെ ഒഴുകാമെന്നൊരു ധാരണയില്ല. ഈ 6 ജില്ലകളുടെ സമാന്തരമായിട്ട് വലിയൊരു കടലായിട്ട് വേണ്ടത് രൂപപ്പെട്ടു വരാം. അപ്പോൾ ഈ പുഴയോരത്ത് നമ്മുടെ വെള്ളം കയറുന്ന പ്രദേശങ്ങളിലേക്കൊക്കെ ഏറ്റവും സ്രോതസ് എത്തിച്ചേരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ സാരമായി ബാധിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ വലിയ ഉത്കണ്ഠയിലാണ്. ഇതിന് ജോസ് കെ മാണി സാറിനെ പോലുള്ളവർ ഇത് മുന്നിട്ട് ഇറങ്ങിയത് ചാലക്കുടിയിലെ മാത്രമല്ല കേരളത്തിലെ മധ്യ കേരള ജനങ്ങൾ വലിയ വിശ്വാസം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വരണമെന്നുള്ളത്
രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും പറയുന്ന ഒരു ആവശ്യമാണ്. കേരള ജനത ഒട്ടാകെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. കാരണം ഈ നമ്മൾ വയനാട് ദുരന്തം കണ്ടതാണ്. അത് ആ നദിയിൽ കൂടെ ഒഴുകുകയല്ല, ആ കര മുഴുവൻ എടുത്തു കളഞ്ഞ് വേറെ ദിശയിൽ കൂടെ ഒഴുകി വരികയാണ്. അപ്പോൾ അതിന് വലിയൊരു മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമ്പോൾ നമുക്കറിയാം, ഇടുക്കി ഡാമിൽ ചെല്ലുന്നു. അവിടുന്ന് ഒരു പൂർണ്ണമായ 5 ജില്ലകൾ, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകൾ പൂർണ്ണമായും, തൃശ്ശൂരിൻ്റെ ഒരു ഭാഗികമായും, ചാലക്കുടി, കൊടുങ്ങല്ലൂർ ഉൾപ്പെടുന്ന ഭാഗങ്ങളെല്ലാം തന്നെ ഈ വെള്ളത്തിനടിയിലാവുന്നുള്ള ഭീതി എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ഡാം പണിയുന്നതിന് എല്ലാവരും വിധത്തിലുള്ള സ്വാഗതം ചെയ്യുന്നു. കേരള കോൺഗ്രസ് പാർട്ടിയും അതോടൊപ്പം തന്നെ LDFും ഇത് ഉടനെ നിർമ്മിക്കണമെന്നുള്ള ഒരു ആവശ്യമായി കോടതിയെയും കേന്ദ്ര സർക്കാരിനെയും സമീപിച്ചിരിക്കുകയാണ്. മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാട് സംസ്ഥാന സർക്കാരിൻ്റെയും ഇനി കേരള കോൺഗ്രസ് എമ്മിൻ്റെയും പുതിയ ഡാം നിർമ്മിക്കണം, എത്രയും പെട്ടെന്ന് നിർമ്മിക്കണം. അതിനുള്ള അനുവാദവും അത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ലഭിക്കണം. ഇപ്പോൾ സുപ്രീം കോടതി നിൽക്കുന്നു. വളരെ ശക്തമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആര് മധ്യസ്ഥ എടുത്താലും നമുക്കിത് പ്രയോജനമായി കിട്ടണം, ആരെടുത്താലും ഒരു കുഴപ്പവുമില്ല. കോടതിയിൽ കിടക്കുന്ന ഒരു കാര്യം, അവരുടെ തമിഴ്നാടിൻ്റെ ഒരു വികാരം, അവർക്കൊരു സംശയം ഉള്ളതായിരിക്കാം. ചിലപ്പോൾ വെള്ളം ലഭിക്കാതെ വരും, പുതിയ ഡാം വന്ന് നമ്മൾ കൃത്യമായി പറഞ്ഞു, കൃത്യമായ എഗ്രിമെൻറ്റോടുകൂടി അതിനകത്ത് വെള്ളം നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനകത്തൊരു വിട്ടുവീഴ്ചയില്ല. അതിനകത്ത് തീർച്ചയായിട്ടും ഒരു ഡാമാണ് നമുക്ക് വേണ്ടത്. അത് നമ്മുടെ സുരക്ഷിതമാണ്. അത് തമിഴ്നാട്ടിലെയും കൂടെ ഒരു വിശാല മനസ്സോടുകൂടി അവർ ഇത് മനസ്സിലാക്കുമെന്നാണ് കരുതുന്നത്. വിശാലതയോടുകൂടി അത് നമ്മുടെ സുരക്ഷിതരുടെ ആവശ്യമാണ്. വെള്ളം അവർക്കുള്ളതാണല്ലോ.